ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്ററിൻ്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റർ 11. അത് നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസിൻ്റെ കാര്യങ്ങളാണ് പഠിച്ചത്. എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി ആസ് പെർ ഷെഡ്യൂൾ 3 പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ 3 വെച്ചിട്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഒരു പാർട്ടുണ്ട്, അതെന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഓൾസോ കവേഴ്സ് AS3. AS3 എന്ന് പറയുന്നതും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് AS3 ആണ്. അതുപോലെ തന്നെ ചാപ്റ്റർ 11ൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ എന്താ പറയുക, ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷനാണ് എന്ത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാം. എന്തെല്ലാം ടോപ്പിക്സ് കവർ ചെയ്യുന്നത്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നേരെ ക്യാഷ് ഫ്ലോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ICA പറയുന്നത് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക. ഇപ്പോൾ നിങ്ങൾ ക്യാഷ് ഫ്ലോ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുമ്പം ഒരിക്കലും ക്യാഷ് മാത്രമായിട്ട് എടുത്തു വരുത്. കാരണം ക്യാഷ് ഇൻക്ലൂഡ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ് ആൻഡ് ക്യാഷ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്. അതായത് ക്യാഷ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരുന്ന ഐറ്റംസ് എന്താണ്? ക്യാഷും അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ക്യാഷ് ആൻഡ് ബാങ്കാണ് ക്യാഷ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാഷ് എന്ന് വിചാരിച്ച് ക്യാഷ് വരുന്ന ട്രാൻസാക്ഷൻ മാത്രം എടുക്കുന്ന ആ ഒരു രീതിയല്ല. ഇപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷനിൽ ഒക്കെ എങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുന്നതാണ്, ക്യാഷ് അക്കൗണ്ട് വേറെ, ബാങ്ക് അക്കൗണ്ട് വേറെ, അങ്ങനെ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസും, അതായത് ക്യാഷിൽ വരുന്ന ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ബാങ്കിൽ വരുന്ന ട്രാൻസാക്ഷൻസും, ഇത് രണ്ടിനെയും നമ്മൾ എവിടെയാണ് എടുക്കുക? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലേക്ക് തന്നെയാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഈ ഡിഫറൻസും പറഞ്ഞു തന്നിട്ടുള്ളത്. ക്യാഷും അതുപോലെ തന്നെ ബാങ്കും ക്യാഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ 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 ഇനി ക്യാഷ് ഇക്വാലൻസ് ഇൻക്ലൂഡ്സ്. ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആണ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഷെഡ്യൂൾ 3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഈ ക്യാഷ് ഇക്വാലൻസിൽ എന്താണ് വരിക? ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസ്, അതായത് കമ്പോണൻസ് ആയിട്ട് വരുന്നത് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു നോൺ അമൗണ്ട്സ് ഓഫ് ക്യാഷ് വിച്ച് ആർ സബ്ജക്ട് ടു ഇൻസൈഡ്ഫുൾ റിസ്ക് ഓഫ് ചേഞ്ച് ഇൻ വാല്യൂ. ഇത് ചെറിയ ചെറിയ ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ലേ, ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ വാല്യൂവിൽ വലിയ വ്യത്യാസമൊന്നും വരാത്ത, അതായത് ചെറിയ റിസ്ക് ഉള്ള ചെറിയ ചെറിയ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇതിൽ വരിക. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷെയർസിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഷെയർസിൻ്റെ ഓൾറെഡി ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഷെയർസ് അല്ലാതെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഒരു പിന്നെ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ്, അതായത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. വെരി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ വെറുതെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് ചിലവായി പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റി വെക്കുന്ന ഫണ്ടില്ലേ, അതുപോലെ അങ്ങനെ ജസ്റ്റ് ഷോർട്ട് ടൈമിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തിലേക്കാണ് വരിക? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിലേക്കാണ് വരിക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ ഇതിനുള്ള എന്തെങ്കിലും ഒരു ഹിൻസ് തരികയാണെങ്കിൽ അത് നിങ്ങൾ ക്യാഷ് അതായത് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ടിബിൾ ടു നോൺ എമൗണ്ട്, നമുക്ക് പെട്ടെന്ന് ആ ഒരു നോൺ എമൗണ്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് ചേഞ്ച് ഇൻ വാല്യൂ ആണ്. അതായത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിൽ വരും? ക്യാഷ് ഇക്വാലൻസ് വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് എന്ത്? ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് വിത്ത് ഷോർട്ട് മെച്യൂരിറ്റി പീരീഡ് ഓഫ് സേ 3 months ഓർ ലെസ് ഫ്രം ദ റേറ്റ് ഓഫ് അക്വസിഷൻ.
അതായത് ഈ 3 months എന്നുള്ളത് നമ്മൾ ICA എടുക്കുന്ന ഇതാണ്. അതായത് 3 monthsന്റെ ഷോർട്ടിലുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള സെക്യൂരിറ്റീസ്. ഇപ്പോൾ അങ്ങനെയുള്ള ഫണ്ട്സിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ചില ഡിബഞ്ചേഴ്സ്, അതുപോലത്തെ ഡിബഞ്ചേഴ്സ് ബോൺസ് ഒക്കെ ഒരു 3 monthsന് ഇഷ്യൂ ചെയ്യുന്ന അർജൻറ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബോൺസിനെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3 months ഓർ ലെസ് ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വസിഷൻ. നമ്മൾ പിന്നെ ബോണ്ട് വാങ്ങി 3 monthsന്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എന്ത് വരുന്നുണ്ട്, 3 monthsന്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ ക്യാഷ് ഇക്വാലൻസിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് വിത്ത് ഷോർട്ട് മെച്യൂരിറ്റി പീരീഡ് ഓഫ് 3 months. 3 monthsന്റെ ഉള്ളിൽ 3 monthsോ അല്ലെങ്കിൽ അതിൽ കുറവോ മെച്യൂരിറ്റി പീരീഡ് ഉള്ള സെക്യൂരിറ്റീസ്, ഇത് രണ്ടിനെയാണ് ക്യാഷ് ഇക്വാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്നാണ് ഉണ്ടാവുക. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്നാണ് അതിൻ്റെ, അതായത് ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ ക്യാഷിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്ന ഷെഡ്യൂൾ 3ലെ പാർട്ടിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, ഈ AS3 വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ 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 നമുക്ക് അതിൻ്റെ, അതായത് ഈ ബോൺസിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എന്ത് പറയാം, എക്സാമ്പിൾ ഇവിടെയാണ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അക്വിസിഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഷോർട്ട്ലി ബിഫോർ ദെയർ സ്പെസിഫൈഡ് റിഡംഷൻ ഡേറ്റ്. അതായത് മാർക്കറ്റിൽ ഓൾറെഡി ഒരു പ്രിഫറൻസ് ഷെയർ ഉണ്ടാവും. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഓൾറെഡി ഇപ്പോൾ ഒരു 5 yearsനേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 4 പോയിന്റ് പറയണ്ട, ഒരു 4 year 10 month ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 year 10 month ഇവിടെ കംപ്ലീറ്റ് ആയി, ബാലൻസ് 2 months ഉള്ളൂ. ഈ ഒരു ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഷെയർ പോയി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അതായത് ആ പ്രിഫറൻസ് ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിഫറൻസ് ഷെയർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ്, ഇത് ശരിക്കും 5 years ടെന്യൂറിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള എന്താണ് പ്രിഫറൻസ് ഷെയർ ആണ്. ബട്ട് നമ്മൾ അക്വയർ ചെയ്യുന്നത് എപ്പോഴാണ്, 4 year 10 months കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ബാലൻസ് ആയിട്ട് ഇനി റിഡംഷനിലേക്ക് 2 months മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈമിലാണ് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് വെച്ചാൽ, ഈ പ്രിഫറൻസ് ഷെയർ നമ്മൾ ഷോർട്ട് ടേം ഷോർട്ട് മെച്യൂരിറ്റി പീരീഡിലെ ഒരു സെക്യൂരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ഒരു ക്യാഷ് ഐറ്റത്തെ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ക്യാഷ് ഐറ്റത്തെ പോലെ ട്രീറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇത് പെട്ടെന്ന്, അതായത് 3 monthsനുള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വന്നാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നീടുള്ളത് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആണ്. ബാങ്ക് ഡെപ്പോസിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് മെച്യൂരിറ്റി പീരീഡ് ഉള്ളതും ഏതിൽ വരും, നമ്മുടെ ഈ ക്യാഷ് ഇക്വാലൻസിലേക്ക് വരും. ഓക്കെ, അതിൻ്റെ എക്സാംസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടും 3 പ്രകാരമുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം ഈ പുതിയ പഠിക്കാൻ പോകുന്ന കാര്യം നമ്മൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പൊ അതിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അതായത് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു ആദ്യം നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്പണിംഗ് ക്യാഷ് 1 lakh ഉണ്ട്, പർച്ചേസസ് 5 lakh ഉണ്ട്, സെയിൽസ് 10 lakh ഉണ്ട്, വേജസ് 2 lakh ഉണ്ട്, ഇലക്ട്രിസിറ്റി 1,80,000 ഉണ്ട്, മെഷീനറി പർച്ചേസ് ചെയ്തത് 2 lakh ഉണ്ട്, ഷെയർസ് ഇഷ്യൂ ചെയ്തത് 3 lakh ഉണ്ട്, ഡിപ്രിസിയേഷൻ 50,000 ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു നോർമൽ ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുക, അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ക്യാഷ് അക്കൗണ്ട് ഞാൻ ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ട്
particulars amount, particulars amount. ഓപ്പണിംഗ് ബാലൻസ് 1 lakh ഉണ്ടെന്ന് പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് ഏത് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്? ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഡെബിറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1 lakh. 1 lakh ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പർച്ചേസ് 5 lakh. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് പോകുന്നത്? ക്യാഷ് വരികയാണോ പോവുകയാണോ ചെയ്യുന്നത്? ക്യാഷ് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ പർച്ചേസസ് 5 lakh. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എങ്ങനെ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഈ എൻട്രി എങ്ങനെ വരുന്നത്, ഈ ക്യാഷ് വൈസ് എൻട്രി വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഈ പർച്ചേസിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? പർച്ചേസ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. അപ്പം ഈ ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തു. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുമ്പം ഏത് സൈഡാണോ നമ്മൾ ആ പർട്ടിക്കുലർ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പം നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഏത് ലെഡ്ജർ വെച്ചാണോ നമ്മൾ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണോ ലെഡ്ജർ ഉള്ളത്, ആ ലെഡ്ജറിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ലെഡ്ജർ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. അതായത് നമ്മൾ ഇപ്പം ഈ ക്യാഷ് പോവാണല്ലോ ചെയ്തത്. ഈ ക്യാഷ് എന്തിനാണ് പോയത്? പർച്ചേസിന് വേണ്ടിയിട്ടാണ് ക്യാഷ് പോയത്. അപ്പം അങ്ങനെയാണ് ഇതിനെ മീൻ ചെയ്യേണ്ടത്. ഇത് ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് കണ്ടാൽ പർച്ചേസിന് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തു എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാനുണ്ടാവുന്നതായിരിക്കുന്നു, അതുകൊണ്ട് സിമ്പിളായിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പർച്ചേസസ്, അതുപോലെ തന്നെ ബൈ വേജസ് 2 lakh, ബൈ electricity 1,08,000. Machinery 2 lakh. ഇത്രയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കുള്ള ഐറ്റംസ് വരുന്നത്. ഇനി എന്താണ് വരുന്നത്? ഇനി സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്താണ്? സെയിൽസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ക്യാഷ് വരികയാണോ ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് പോവുകയാണോ ചെയ്യുക? സെയിൽസിൻ്റെ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. അപ്പോൾ ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏതാണോ ഓപ്പോസിറ്റ് വരുന്ന ലെഡ്ജർ അതിനെ എന്ത് ചെയ്യുക? ആ സൈഡിൽ കൊണ്ടുപോയി എഴുതുക. ടു സെയിൽസ് അക്കൗണ്ട് 10 lakh. പിന്നെന്താണുള്ളത്? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇത് ഷെയർസ് നമ്മൾ എന്ത് ചെയ്താണ്? ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറയുമ്പം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പം 3 lakh. ഇനി ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഡിപ്രീസിയേഷൻ ക്യാഷുമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ നോൺ ക്യാഷ് എക്സ്പെൻസസിന് എന്ത് ചെയ്യാൻ പാടില്ല? ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പം ക്യാഷ് അക്കൗണ്ടിലേക്ക് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷന് നിങ്ങൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്. ഇനി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്? ഇവിടെ 14 lakh വരും. ഇവിടെ അത്ര ഇല്ലല്ലോ. അപ്പോൾ 14 lakh രണ്ട് സൈഡിലും എഴുതാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് വരുന്നത്?
5 lakh plus 1,08,000 plus 2 lakh plus 2 lakh. 10 lakh 8,000 minus 14 lakh is equal to 3,92,000 എന്ന് വരും. അതായത് 3,92,000 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്കായി മാറുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിലേക്ക് മാറും. ഇത് നമ്മളൊരു അക്കൗണ്ട് രൂപത്തിലാണ് ഉണ്ടാക്കിയത്. ഡെബിറ്റ് ക്രെഡിറ്റ് ആയിട്ട് രണ്ട് സൈഡായിട്ട് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൺ സൈഡിലേക്ക് എഴുതുന്നു. അതായത് ഒരു സിംഗിൾ ഷീറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും ഇല്ലാതെ ഇപ്പം ക്യാഷ് വരികയാണെങ്കിൽ ആഡ് ക്യാഷ്, അതുപോലെ തന്നെ ആഡ് ദാറ്റ് ക്യാൻ ട്രാൻസാക്ഷൻ ആൻഡ് അതിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ ക്യാഷ് കുറയുകയാണെങ്കിൽ ലെസ് ദാറ്റ് ട്രാൻസാക്ഷൻ അതിൻ്റെ വാല്യൂ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ ഡാറ്റനെ തന്നെ ഞാനിപ്പം ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുമ്പോൾ ആദ്യം തന്നെ എന്താണുള്ളത്, പർച്ചേസസിന് എന്ത് ബാലൻസ് ആണ്, ആദ്യം തന്നെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുക്കും. അതങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുകയല്ല ചെയ്യുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ ഒരു 3 ഹെഡ്സ് വരുന്നുണ്ട്. അതായത് ഈ പർച്ചേസ്, വേജസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എന്താണ്, നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ സെയിൽസിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ്. സെയിൽസ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ചെയ്യുന്നു, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ്, വേജസ്, ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സെയിൽസും എന്താണ്, ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെ പാർട്ടാണ് അല്ലേ. എന്നാൽ ഇക്വിറ്റി ഷെയർ, അതുപോലെ തന്നെ മെഷീനറി, ഇത് ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെ പാർട്ടാണോ? അല്ല. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ നോക്കുക എന്താണെന്ന് വെച്ചാൽ, അയാളിപ്പോൾ നോക്കുമ്പോൾ എന്താണുള്ളത്, ഒരു 3,92,000 ക്യാഷ് ബാലൻസ് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 1 lakh ആയിരുന്നു ക്യാഷ് ബാലൻസ്, ഇപ്രാവശ്യം അത് എത്രയായി, 3,92,000 ആയി. അപ്പം ഒരു 2,92,000 ഇൻക്രീസ് ഉണ്ട്. ഇത് അടിപൊളി ബിസിനസ്സാണ്, ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. ബട്ട് അയാൾ ഡിസിഷൻസ് സംടൈംസ് മേ ഗോ റോങ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തൊക്കെയാണുള്ളത്, ഈ ക്യാഷ് 3 ലക്ഷം വന്നിട്ടുള്ളത്, ഈ ക്യാഷ് ഫ്ലോയിൽ 3 ലക്ഷം വന്നിട്ടുള്ളത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുള്ളത് ഒരു 2 lakhന് മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റും പോയിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്, നമ്മൾ ഓർഡിനറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. മെഷീനറി വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് രണ്ടും എന്ത് ആക്ടിവിറ്റീസാണ്, ഇത് ഫിനാൻസിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മൾ ഫേം ഫിനാൻസ് ചെയ്തതിൻ്റെ പാർട്ടായിട്ട് വരുന്ന ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മെഷീനറി പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. നമ്മൾ എവിടെ നിന്ന് നമ്മൾ ഫിനാൻസ് എടുത്തു, അതുപോലെ തന്നെ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള പാർട്ടിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തതും അതുപോലെ തന്നെ മെഷീനറി പർച്ചേസ് ചെയ്തതും. അപ്പോൾ ഇതൊരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ ബിസിനസ്സിലും പിന്നെ മറ്റ് ബിസിനസ്സിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തതും മെഷീനറി പർച്ചേസ് ചെയ്തതും നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഒരു 10 lakhന്റെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു, ഇപ്പോൾ എനിക്കിവിടെ ലോസ് ആണെന്ന് വിചാരിച്ചോളൂ. അതായത് ഈ പർച്ചേസും സെയിൽസിൽ നിന്ന് പർച്ചേസും എക്സ്പെൻസസും കുറച്ചാൽ എനിക്ക് ക്യാഷ് ഫ്ലോയിൽ ലോസാണ് വരുന്നതെന്നുണ്ടെങ്കിലും, ഞാൻ ഈ ഒരു ഇക്വിറ്റി ഷെയർ 10 lakh ഇഷ്യൂ ചെയ്തതിനെ കൊണ്ട് എൻ്റെ ക്യാഷ് ബാലൻസ് നോക്കുമ്പോൾ എന്തായിരിക്കും, പോസിറ്റീവ് ക്യാഷ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക എന്ന് വിചാരിച്ച് എനിക്ക് എന്താണ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പം ഈ ഒരു അതായത് ഓരോ ആക്ടിവിറ്റീസിൽ നിന്നും എത്ര ക്യാഷ് ഫ്ലോ ഉണ്ട്,
ഞാൻ ഡെയിലി ഓപ്പറേഷൻസിൽ നിന്ന്, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നിന്ന് എത്ര ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റി വഴി എത്ര ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെഷീനറി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് മെഷീനറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഭാവിയിലേക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, മെഷീനറി എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഫിനാൻസിങ്ങും, അതായത് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ എവിടെ നിന്നാണ് ഫണ്ട് എടുത്തത് എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് ആക്ടിവിറ്റീസും എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ AS3 പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 കാര്യങ്ങളെ, അതായത് ഇതെന്താണ്, ഇത് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള, ഇത് ഓപ്പറേറ്റിംഗ്, ഇത് ഫിനാൻസിങ്, ഇത് ഇൻവെസ്റ്റിങ്. അപ്പോൾ ഇങ്ങനെ 3 ഹെഡ്സ് ആയിട്ട് നിങ്ങൾ തിരിക്കണം. ഒരു ക്യാഷ് ഫ്ലോയിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സാധാ ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ വെറുതെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കരുത്. അതിനെ നിങ്ങൾ 3 ഹെഡ്സ് ആയിട്ട് തിരിച്ചിട്ട് അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ വരുന്നു, എത്രയൊക്കെ വരുന്നു എന്നുള്ളത് ചെയ്യണം. അതായത് ഇത് ഇൻവെസ്റ്റേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, എവിടെ നിന്നാണ് ക്യാഷ് വന്നത്, എത്രയാണ് ക്യാഷ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഹെഡ്സിലേക്ക് തിരിച്ചാലേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ കൊണ്ട് ഈ AS3 അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പിന്നെ വലിയ വലിയ ലിസ്റ്റഡ് കമ്പനീസിനൊക്കെ കമ്പൽസറി ആണ്. അപ്പോൾ ഈ ലിസ്റ്റഡ് കമ്പനീസ് എന്നൊക്കെ പറയുമ്പം ഹൈലി പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ്. പബ്ലിക് എന്ത് ചെയ്യും, ഇപ്പം നിങ്ങൾ സാധാ ഒരു ക്യാഷ് അക്കൗണ്ട് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ, ക്യാഷ് അക്കൗണ്ട് മാത്രമാണെങ്കിൽ ഈ പബ്ലിക് നോക്കുമ്പോൾ ക്യാഷ് ബാലൻസ് ഇത്രയും കൂടുന്നുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി അടിപൊളിയാണെന്നുള്ള അസംപ്ഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ബട്ട് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ചിലപ്പം ഫിനാൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തിട്ടുള്ള അതിന് തന്ന ക്യാഷ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഓർഡിനറി ബിസിനസ് ആക്ടിവിറ്റി അല്ലാത്ത ക്യാഷും ഉണ്ടാവുന്നതിനെ കൊണ്ട് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 3 ഹെഡ്സ് ആയിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ് 3 ഹെഡ്സ്? ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇൻഫ്ലോ ഫ്രം ആക്ടിവിറ്റീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിനെ 3 ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിലേതൊക്കെയാണുള്ളത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, പ്രിൻസിപ്പൽ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള, ഇതിലാണ് സെയിൽസ്, പർച്ചേസ്, ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരിക എവിടെയാണ്? ഓപ്പറേറ്റിംഗ് ആണ്. ഇൻവെസ്റ്റിങ്ങിൽ ഏതാണ് വരിക? ഇൻവെസ്റ്റിങ്ങിൽ വരിക ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇൻവെസ്റ്റിങ്ങിൽ വരിക. അപ്പോൾ നിങ്ങൾ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാനൊരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെൻ്റെ എന്താണ്, ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഞാൻ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാന്ന് പറയുമ്പോൾ അത് എൻ്റെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് ഡിവിഡൻഡ് കിട്ടി. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് ഡിവിഡൻഡ് കിട്ടിയാൽ ഈ ഡിവിഡൻഡ് എന്താണ്? ദിസ് ഡിവിഡൻഡ് ഈസ് മൈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ നമുക്കുള്ളത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റീസിനെ നോക്കിയാൽ മതി. ലോങ് ടേം ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റി സൈഡ് നോക്കുമ്പോൾ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ ഞാനിപ്പം ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് ഏതിലാണ് വരിക? അതായത് എൻ്റെ ഫിനാൻസ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഞാൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. അതുപോലെ തന്നെ ഞാനിപ്പം ഒരു സ്ഥലത്ത് ഷെയർ ഇൻവെസ്റ്റ്, ഞാൻ വേറൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് എനിക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതെൻ്റെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ഇപ്പോൾ രണ്ടും ഡിവിഡൻഡ് തന്നെയാണ് കൊടുക്കുന്നതും കിട്ടുന്നതും ഒക്കെ, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം ആ കാര്യം. അതായിട്ട് കൊണ്ടും മാറിപ്പോകലുണ്ട് പല ആൾക്കാരോടും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഹെഡ്സ് വരുന്നത്: ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്. ഈ 3 ഹെഡ്സ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലോ?
അപ്പോൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കൊടുക്കുക, എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഏതൊക്കെയാണോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, സെയിൽസ് എത്രയാണ്, 10 ലാക്കാണ് സെയിൽസ് വരുന്നത്. ആ സെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഒരു 2 കോളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുമ്പോൾ 2 കോളായിട്ട് ചെയ്യുക. 2 കോളായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ ഹെഡ്സിൻ്റെ അണ്ടറിൽ വരുന്നത്, ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് അണ്ടറിൽ വരുന്നത് നിങ്ങളിവിടെ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഒരു ടോട്ടൽ ഇട്ടിട്ട് മെയിൻ കോളത്തിലേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കേണ്ട കുറച്ച് മോശമാണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിയുള്ള ഇതിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കോൺസെപ്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. മെയിനായിട്ടുള്ള വലിയ വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സെയിൽസ്, പിന്നെ ഉള്ളത് പർച്ചേസ് ഉണ്ട്. പർച്ചേസ് എത്രയാണ്, 5 ലാക്ക്. അപ്പോൾ 5 ലാക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഇവിടെ ലെസ് ആഡ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ സെയിൽസ് ലെസ് പർച്ചേസ് പ്ലസ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാം. ബട്ട് പ്രിഫറബിൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. വെറുതെ ടൈമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. എക്സാമിന് ടൈമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് പോകാമെന്നല്ലാതെ പുറത്ത് നോക്കാൻ നിൽക്കരുത്. ഓക്കെ, പർച്ചേസ്, പിന്നെന്താണ് ഇലക്ട്രിസിറ്റി ചാർജസ് 1,08,000. വേജസ് 2 ലാക്ക്. പിന്നെന്താണ് ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്, അത്രയാണ് ഓപ്പറേറ്റിങ്ങിൻ്റെ പാർട്ടായിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ബാലൻസ് നമുക്ക് കിട്ടും. $10 lakh minus 5 lakh minus 1,08,000 minus 2 lakh. അപ്പോൾ എത്രയാണ്, 1,92,000. 1,92,000 ആണ് നമുക്ക് എന്തെന്ന് വരുന്നത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 1,92,000 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്, അതായത് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എത്രയാണ് കണ്ടത്, 3,92,000 ആണ് നമ്മൾ ബാലൻസ് കണ്ടത്. ഇത് 3,92,000 ബാലൻസ് കണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്പണിങ് കുറച്ചാൽ നമുക്ക് ഇൻക്രീസ് ആയിട്ട് വരുന്നത് 1 lakh കുറച്ച് കഴിഞ്ഞാൽ 2,92,000 ആണ് നമുക്ക് ഇൻക്രീസ് ആയിട്ടുള്ള, അതായത് ഈ കൊല്ലം ഇൻക്രീസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 2,92,000 ആണ്. അപ്പം അതിൽ ആ ഒരു ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, പക്ഷേ ഓപ്പറേറ്റിംഗിൽ നിന്ന് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 1,92,000 ആണ്. ഈ 1 lakh ഡിഫറൻസ് ഉണ്ടോ ഇവിടെ, 1 lakh ഡിഫറൻസ് എന്താണ്, ആ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും 1 lakh ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് നിന്നും അതുപോലെ തന്നെ ഫിനാൻസിങ് നിന്നും ഉള്ള ആ ഒരു ചേഞ്ച് ആണ്. അതായത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മളൊരു 3 lakh ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റിങ്ങിൽ നമ്മൾ 2 lakh ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ നെറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള 1 lakh എക്സ്ട്രാ, ആ ഒരു 1 lakh ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ തന്നെ ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh ഉണ്ട്. ഇവിടെ മെഷീനറി നമ്മൾ 2 lakh പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള 1 lakh ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ നോർമലായിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എത്ര 2,92,000 ഇൻക്രീസും നമ്മുടെ ഓപ്പറേറ്റിംഗ് നിന്നാണ് നമുക്ക് നമ്മളെ ഇൻവെസ്റ്റേഴ്സ് അസംഷൻ ചെയ്യും. കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഫിനാൻസ് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരായിക്കൊള്ളുന്നില്ല. ഓക്കെ, സോ അതിനെ കൊണ്ടാണ് ഈ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നീടുള്ള എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്
ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ അതെന്താണ് ഇവിടെ ഉള്ളത്? പർച്ചേസ് ഓഫ് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എത്രക്കാണ്? 2 lakhന്റെ മെഷീനറിയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് നെഗറ്റീവാണ്. പിന്നെ ഇവിടെ ഒരു വേർഡിങ്സ് ഉണ്ട്. ആ വേർഡിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ടോട്ടൽ എമൗണ്ട് നമ്മൾ എഴുതൂലേ, അപ്പോൾ ഈ എഴുതുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നെറ്റ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നെറ്റ് ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നിന്ന് നെറ്റായിട്ട് കിട്ടിയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ആ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ കാണിക്കും. ഓക്കെ, അതാണ് ഡിസ്ക്ലോഷറിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി നമ്മൾ പർച്ചേസ് ഓഫ് മെഷീനറി 2 lakh ആണ്. ആ 2 lakh തന്നെയാണ്, വേറെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ടോട്ടലും അത് തന്നെയാണ് വരുന്നത്. ടോട്ടൽ ഒരു സെക്കൻഡ് കോളത്തിലേക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് പിന്നെ സിയിൽ എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതിലെന്താണ് വരിക? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരിക ഫിനാൻസിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ എന്താണ് ഫിനാൻസിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അത് ഇൻഫ്ലോ ആണോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആണോ? അത് ഇൻഫ്ലോ ആണ്, ഔട്ട്ഫ്ലോ അല്ല. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? 3 lakh ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 3 lakh വരും. ഓക്കെ, 3 lakh പോസിറ്റീവും വരും. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ നെറ്റായിട്ടുള്ള ഇൻക്രീസ് എമൗണ്ടില്ലേ, നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ 3 ആക്ടിവിറ്റീസിൻ്റെയും നെറ്റായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കും. അതായത് ഇപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 3 lakh ഉണ്ട്, 2 lakh നെഗറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ 1,92,000 ഉണ്ട്. 1,92,000 മൈനസ് 2 lakh 1,92,000 അതുപോലെ തന്നെ മൈനസ് 2 lakh പ്ലസ് 3 lakh. അപ്പം എത്രയാണ് വരുന്നത്? 2,92,000 ആണ് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെയാണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കൊടുക്കേണ്ടത്. ഇവിടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ടുള്ള 1 lakh കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 3,92,000. ഇങ്ങനെയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ട് നല്ല റെഡിക്ക് ചെയ്യും. ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഫോർമാറ്റിൻ്റെ ഡ്രാഫ്റ്റ് ആയിട്ടുള്ള രൂപം മാത്രമേ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇത് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ എന്നല്ല, നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്നാണ് പറയാം. ഓക്കെ 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 അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള രൂപം നമുക്ക് ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഓരോ ഹെഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ദീസ് ആർ പ്രിൻസിപ്പൽ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ്. അതായത് പ്രിൻസിപ്പൽ ആയിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള റവന്യൂ ജനറേറ്റിംഗ് സോഴ്സ് ആണെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ്
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പ്രിൻസിപ്പൽ റവന്യൂ ജനറേറ്റിംഗ് സോഴ്സ് ആണ്. അതായത് നമ്മുടെ സെയില്, പർച്ചേസ്, എക്സ്പെൻസസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഓക്കെ, അത് തന്നെയാണ്. നെറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓൺ ഫ്ലോ ഓഫ് ക്യാഷ് ഈസ് റിപ്പോർട്ടഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓർ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ ഇതിന്ന് ഈ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷിന് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ നോക്കിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഹെഡായിട്ടാണ് തിരിക്കുക. അതിലൊരു ഹെഡിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ. ഇനി ഇതൊരു ക്ലാസിഫിക്കേഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, എന്തെല്ലാം എക്സാമ്പിൾസ് ആണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാഷ് ഫ്ലോ അറൈസിങ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ കീ ഇൻഡിക്കേറ്റർ ഓഫ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ഓപ്പറേഷൻസ് ഓഫ് ദ എൻറ്റിറ്റി ഹാവ് ജനറേറ്റഡ് സഫിഷ്യൻറ്റ് ക്യാഷ് ഫ്ലോസ് ടു. അതായത് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മുഖേന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ലോൺ റീപേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, മെയിൻറ്റെയിനിങ് ദ ഓപ്പറേറ്റിംഗ് കാപ്പബിലിറ്റി ഓഫ് ദ എൻറ്റിറ്റി, ഓപ്പറേറ്റിംഗ് കാപ്പബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം, ഡിവിഡൻസ് പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ മേക്ക് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്തൗട്ട് റിസോഴ്സസ് ടു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് പൈസ വരുന്നത് കറക്റ്റായിട്ട്, നമ്മുടെ മെയിനായിട്ട് വരുന്ന പൈസ എങ്ങനെയാണ്? സെയിൽസും പർച്ചേസും. അതായത് നമ്മൾ മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരിക, ബിസിനസ്സിലേക്ക് ഫണ്ട് വരിക. അപ്പം നമുക്ക് ബിസിനസ്സിലേക്ക് ഫണ്ട് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോൺസ് റീപേ ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഡിവിഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മേക്ക് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഇൻവെസ്റ്ററുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചിട്ടുള്ളത് തന്നെ. കാരണം എന്താ വെച്ചാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് അതാണ് ആ കമ്പനി ചെയ്യുന്ന ബിസിനസ്. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിങ്ങിലൂടെ നമുക്ക് കുറേ ഇൻകം കിട്ടിയെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഓപ്പറേഷൻസിൽ കറക്റ്റായിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് കൂടുതലായിട്ടും അറിയേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ്. ഇത് ജസ്റ്റ് തിയറി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി പ്രൈമറിലി ഡിറൈവ്ഡ് ഫ്രം ദ പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻറ്റിറ്റി. ഇതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്: ക്യാഷ് റെസീപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ദ റെൻഡറിങ് ഓഫ് സർവീസ്. അതായത് ക്യാഷ് റെസീപ്റ്റ്സ് നമുക്ക് കിട്ടുന്നുള്ള ക്യാഷ് റെസീപ്റ്റ്സ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നും അതുപോലെ തന്നെ സർവീസസ് എന്നും. നമ്മളിപ്പം ഗുഡ്സിൻ്റെ സെയിലാണെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ട്രേഡിങ് എൻറ്റിറ്റി ആണെങ്കിൽ അത് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് കിട്ടുന്ന ക്യാഷ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആണെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ്, അതായിരിക്കും എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത്. ആ റവന്യൂ, അതുപോലെ തന്നെ ക്യാഷ് റെസീപ്റ്റ്സ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻസ് ആൻഡ് അതർ റവന്യൂസ്. അതായത് ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത്, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന കമ്മീഷൻസ്, അതുപോലെ തന്നെ റവന്യൂസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇതിൽ വരിക. അല്ലാതെ നമ്മൾ ഇപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടല്ലാതെ വരുന്നതാണെങ്കിൽ അത് എവിടെ പെടുത്താൻ പറ്റില്ല, ഓപ്പറേറ്റിംഗ് പെടുത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന റെസീപ്റ്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഓപ്പറേറ്റിങ്ങിൽ നമ്മൾ ഒരിക്കലും പെടുത്താൻ പാടില്ല. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റ്സ് സപ്ലയർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, ക്യാഷ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസിന് കൊടുക്കുന്നത്, എംപ്ലോയീസിൻ്റെ പകരം കൊടുക്കുന്നത്, അങ്ങനത്തെ എല്ലാ, അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസ്
ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഫുൾ ഇവിടെ കവറായി വരും. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റ്സ് റീഫണ്ട് ഓഫ് ഇൻകം ടാക്സസ് അൺലെസ് ദേ ക്യാൻ ബി സ്പെസിഫൈഡ് ആൻഡ് പെയ്ഡ് വിത്ത് ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഫിനാൻസിങ്ങോ ഇൻവെസ്റ്റിങ്ങോ ആവാത്ത നിലക്കുള്ള, അതായത് ഫിനാൻസിങ് ഇൻവെസ്റ്റിങ്ങിലേക്ക് പോകുന്ന നിങ്ങൾക്ക് തോന്നാത്ത എല്ലാ ഫണ്ട്സും അത് എവിടെ തന്നെയാണ് വരിക? ഭൂരിഭാഗം ഫണ്ട്സും ഭൂരിഭാഗം ക്യാഷ് ഫ്ലോയും ഇവിടെ തന്നെ, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ്, ഓപ്ഷൻ കോൺട്രാക്ട്, സബ് കോൺട്രാക്ട് when contracts are held for dealing with trading purpose. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നീടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത്. ഇനി എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ദീസ് ആർ അക്വസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സ് ആൻഡ് അതേഴ്സ്. ലോങ് ടേം അസറ്റ്സ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്യാഷ് ഇക്വാലൻസ്. അതായത് ക്യാഷ് ഇക്വാലൻസിൽ പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്സ്, അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഏതിലാണ് വരിക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ പാർട്ടായിട്ടാണ് വരിക. ഓക്കെ, സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് cash flow arising from investing activities is important because cash flow represent to the extent which the expenditure have been made for the resources intended to generate future income and cash flows. ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിനെ പറ്റിയാണ് ഇവിടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരിപ്പോൾ ഫിക്സ്ഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ കാർ വാങ്ങിയാൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതൊരു ഏതാണ്, വലിയൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ബട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ 3 months കുറവുള്ള, അതായത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് 3 months ഉള്ള അസറ്റ്സും എന്തിൽ പോകും? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിലേക്കാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോവുക. അപ്പോൾ അതെന്ത് ചെയ്യരുത്? അത് നിങ്ങൾ എടുക്കരുത്. അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇപ്പം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെ 3 months മുകളിൽ ഉള്ള, ഗ്രേറ്റർ ദാൻ 3 months ഉള്ള കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതിലേക്കാണ് എടുക്കുക? അത് നിങ്ങൾ ഇവിടെയാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ഫിക്സഡ് അസറ്റ്സ് മാത്രമല്ല ഉണ്ടാവുക, ഇൻവെസ്റ്റ്മെൻറ്റ്സും വരും. അതായത് ആ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റിൻ്റെ ഡെഫിനേഷനിൽ വരാത്ത എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇവിടെയാണ് കവർ ആവുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇതിലെന്താണ് പറയുന്നത്? ക്യാഷ് ഫ്ലോ അറൈസിങ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റ് ദ എക്സ്റ്റെൻറ്റ് വിച്ച് എക്സ്പെൻഡിച്ചർ ഹാവ് ബീൻ മെയ്ഡ് ഫോർ റിസോഴ്സസ് ഇൻറ്റൻഡഡ് ടു ജനറേറ്റ് ഫ്യൂച്ചർ ഇൻകം ആൻഡ് ക്യാഷ് ഫ്ലോസ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ് ചെയ്ത മണി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ്: ക്യാഷ് പേയ്മെൻറ്റ് ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ്സ്. These payments include those relating to capitalized research and development costs, self-construction and self-constructed fixed assets. ഇതെല്ലാം അതായത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സെൽഫ് കൺസ്ട്രക്റ്റഡ് ഫിക്സ്ഡ് അസറ്റ്സ്, ഇതിനൊക്കെയുള്ള പേയ്മെൻറ്റ് എന്തിൽ വരും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് തന്നെയാണ് വരിക. ഓക്കെ, ക്യാഷ് റിസീവ്സ് ഫ്രം സെയിൽ ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്യാഷ് പേയ്മെൻറ്റ് ടു അക്വയർ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് അതർ എൻറ്റിറ്റീസ്. അതായത് നമ്മൾ വേറൊരു കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയാണ് വരിക? ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിലാണ് വരിക. ഓക്കെ, നിങ്ങൾ വേറൊരു കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയറിലാണെന്ന് വിചാരിച്ച് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റി ആക്കി മാറ്റരുത്. നമ്മൾ വേറൊരു കമ്പനിയിൽ പോയി നമ്മുടെ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ടൈമിൽ എന്താണ്? അതൊരു നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ വേണം ചിന്തിക്കാൻ. ക്യാഷ് റിസീവ്സ് ഫ്രം സെയിൽ ഓഫ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അതർ എൻറ്റിറ്റീസ്, അങ്ങനെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ്ട് അറിയുന്ന തന്നെ ആയിരിക്കും.
ഇന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, കോൺട്രാക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ദീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ചസ് in size and composition of owner's capital including preference share capital and borrowings of the enterprise. അതായത് നമ്മുടെ ബോറോയിങ്സ്, അതുപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റൽ, അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള ചേഞ്ച്, അതായത് നമ്മുടെ ബിസിനസ് എവിടെ നിന്നാണോ ഫിനാൻസ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് എവിടെ നിന്നാണോ ഫണ്ട് വന്നിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, the separate disclosure of cash arising from financing is important because it is useful in predicting claims on future cash flows by providing of funds, both capital and borrowing, to the enterprise. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി FM-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താണ് വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു EBIT ബൈ KO എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വാല്യൂ ഓഫ് ദ ഫേം അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം, എത്രയാണ് നമ്മുടെ ഫണ്ട്സിൻ്റെ കോസ്റ്റ്, അതുപോലത്തെ കാര്യങ്ങൾ, എത്രയാണ് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് ഫണ്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്ര ക്യാഷ്, അല്ലെങ്കിൽ എത്ര നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ക്യാഷ് ഫ്ലോ അറൈസിങ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് അറൈസ് ചെയ്യുന്നത് useful in predicting claims on future cash flows by providing capital to the entity. അതായത് എത്ര വരും ഏകദേശം. ഇപ്പോൾ നമുക്ക് ഒരു KO ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്താൽ, KO എന്നൊക്കെ പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ദ ഫേം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് എന്ത് കിട്ടും, ഫ്യൂച്ചറായിട്ട് നമുക്ക് എത്ര ക്യാഷ് ഫ്ലോസ് കിട്ടും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന്. അപ്പോൾ അതിൽ ഇത്രയും ഫണ്ട്സ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 lakh നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റിട്ടേൺ കിട്ടുന്നുണ്ട്. നമ്മളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒരു 20 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ 20 lakh വേണ്ട, ഒരു 2 crore ഇൻവെസ്റ്റ് ചെയ്തു. ഞാനൊരു 2 crore ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റിൽ നിന്ന് എനിക്ക് റിട്ടേൺ ആയിട്ട് ഇയർലി 10 lakh ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ റിട്ടേൺ തന്നെ ആയിരിക്കും ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ FM-ലെ ആ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിന് വേണ്ടി പറയുന്നതെന്നുള്ളൂ. അപ്പം റിട്ടേൺ ഇയർലി ഒരു 10 lakh വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ള് ഡെപ്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡെപ്റ്റാണ്. ഈ ഡെപ്റ്റിന് എനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4% ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എനിക്കൊരു 4% കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? 2 crore into 4% ഇസ് ഈക്വൽ ടു 8 lakh സംതിങ് ആയിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവുക. ഈ എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 10 lakh ആണ്. അതുപോലെ തന്നെ എനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് എത്രയാണ്? 8 lakh ആണ്. അപ്പോൾ 8 lakh 10 lakh 8 lakh കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2 lakh ആയിരിക്കും എനിക്ക് എന്ത് കിട്ടുക ഫേമിൽ. ഫോർ ദ ഫേം ദിസ് മച്ച് എമൗണ്ട് വിൽ ബി അവൈലബിൾ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, അതായത് നമ്മൾ എത്ര ഫിനാൻസ് ആയിട്ട് ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ നമ്മൾ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുക? ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഈ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് കാണിക്കുക. അപ്പോൾ ഓൾറെഡി അവിടെ അങ്ങനെ ഇത്ര ഇൻട്രസ്റ്റ് പോകുന്നുണ്ടെന്ന് ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ എനിക്കിപ്പോൾ എത്ര ഓപ്പറേറ്റിംഗ് എന്ന് എനിക്ക് റിട്ടേൺ ഒരു 10 lakh കിട്ടുന്നുണ്ട്. അതിലൊരു 8 lakh സംതിങ് എൻ്റെ
ഞാനിപ്പം ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് ഞാനിപ്പോൾ 8 lakh കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെറ്റായിട്ട് 2 lakh ആണെന്ന് കിട്ടുന്നതെന്ന് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എത്രയായിരിക്കും ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുക. ഇത്രയും ഒരു 8 lakh ഇവർക്ക് എല്ലാ ഇയറിലും ഇത്ര കോസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഒരു 8 lakhന്റെ മുകളിൽ കിട്ടിയാലേ എന്തുണ്ടാവുള്ളൂ, ഫേമിന് എന്തെങ്കിലും കിട്ടുള്ളൂ എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നോക്കിയിട്ട് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഹെഡ് ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു സെപ്പറേറ്റ് ഹെഡായിട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റീനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ എക്സാമ്പിൾസ് ഒക്കെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഇഷ്യൂ ഫ്രം ഷെയർസ് നിന്ന് ഇഷ്യൂ ചെയ്തത്, ക്യാഷ്, പേയ്മെൻറ്റ് ടു ഓണേഴ്സ്, അക്വയർ, റെഡീം എൻറ്റിറ്റീസ്, ഷെയർ. അതായത് ബൈബാക്ക്, ഷെയർ ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ റെഡീം ചെയ്യുകയാണ് ചെയ്യുക. അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കും, എന്നിട്ട് നമ്മൾ ആ ഷെയർ തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ബൈബാക്ക് ഉള്ള ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്, റീപേയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 3 ആക്ടിവിറ്റീസാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്കൊരു ക്യാഷ് ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഒരു ക്യാഷ് ഫ്ലോൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അതൊരു സ്മോൾ ആയിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട്, കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ നോക്കി. അത് നമ്മൾ എന്താണ് നോക്കിയത്, ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയും എങ്ങനെയാണ് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, എന്തൊക്കെ ഹെഡ്സാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനി ഇത് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 2 മെത്തേഡ്സ് ഉണ്ട് ഇതിന്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടാവും, എല്ലാ ട്രാൻസാക്ഷനെ പറ്റിയും തന്നിട്ടുണ്ടാവും. ഓരോ ക്യാഷ് ട്രാൻസാക്ഷൻ ഇത്ര ഉണ്ട്. ഇപ്പം ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ ഒരു 1 lakh പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 lakh പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ സെയിൽസിൽ നിന്ന് ഇത്ര ക്യാഷ് കിട്ടി, ഡെപ്റ്റേഴ്സിൽ നിന്ന് ഇത്ര ക്യാഷ് കിട്ടി, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ all items will be given. അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി, അത് എവിടേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്, സിമ്പിളാണ്. പിന്നീടുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഓൾ ഐറ്റംസ് ഉണ്ടാവില്ല. അതായത് എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും, ഇപ്പം നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോൺ ക്യാഷ് ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. നോൺ ക്യാഷ് ഐറ്റംസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ക്യാഷ് പ്രോഫിറ്റ് കിട്ടും. അപ്പം അതുപോലെ തന്നെ നോൺ ക്യാഷ് എക്സ്പെൻസ് ഉണ്ടാവും, എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. നോൺ ക്യാഷ് ഇൻകംസിനെ നമ്മൾ മൈനസ് ചെയ്യും. അതുപോലെ തന്നെ നോൺ ക്യാഷ് എക്സ്പെൻസിന് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓരോ മെത്തേഡും. ആദ്യം തന്നെ ഡയറക്റ്റ് മെത്തേഡ്. ഇൻഫർമേഷൻ റിക്വയർഡ്, ഗ്രോസ് റെസീപ്റ്റ്സ് ആൻഡ് ഗ്രോസ് ക്യാഷ് പേയ്മെൻറ്റ്സ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രം അക്കൗണ്ടിങ് റെക്കോർഡ്സ് ടു ascertain the cash flow from operating activities. അതായത് ഈച്ച് ട്രാൻസാക്ഷൻ വിൽ ബി ഗിവൺ. ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ ചെയ്ത ഏതാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് മെത്തേഡാണ്.
അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ ഉള്ളത് അങ്ങ് തന്നിട്ടുണ്ടാവും, അങ്ങ് എടുത്തുവെച്ച് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് റിസീവ്ഡ് ഫ്രം ട്രേഡ് റിസീവബിൾസ്, പേയ്മെൻറ്റ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ഓക്കെ ബ്ലാ 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 ബ്ലാ. In actual practice, relevant information is obtained by adjusting sales, cost of sales and other items in profit and loss account for changes during previous period in inventory and operating receivables and payables, other non-cash items such as depreciation, fixed assets. Okay. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ്, അതായത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതിൽ വലിയ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അതർ ഐറ്റംസ് ഓക്കെ. പക്ഷേ നോർമൽ പ്രാക്ടീസിൽ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഏതാണ്? ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇൻഡയറക്റ്റ് മെത്തേഡാണ് കൂടുതൽ പോപ്പുലർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ ചെയ്യുന്നത് പോസിബിളായിട്ട് വരുള്ളൂ നമ്മളൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ വെച്ചിട്ട് ഇപ്പോൾ ഇത്ര ക്യാഷ് ഇയാളിൽ നിന്ന് കിട്ടി, ഇത്ര ക്യാഷ് ഇയാളിൽ നിന്ന് കിട്ടി, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓരോരുത്തരുടെ ട്രാൻസാക്ഷൻ എത്രയെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വിട്ടുപോയാൽ നമുക്ക് എന്തായി, അത് പോവുകയും ചെയ്തു, ഫുള്ള് എവിടെ നിന്ന് കണ്ടുപിടിച്ച് ഫുൾ ടൈം പോകും. അപ്പം അതിന് നല്ലത് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ അണ്ടർ ദ ഇൻഡയറക്റ്റ് മെത്തേഡ് ദ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ അഡ്ജസ്റ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റം അപ്പിയറിംഗ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മുടെ എന്ത് ചെയ്യും, ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ കൂടെ നോൺ ക്യാഷ് എക്സ്പെൻസസിനെ ആഡ് ചെയ്യും. അതിൽ നിന്ന് നോൺ ക്യാഷ് ഇൻകംസിനെ ലെസ് ചെയ്യും. അതായത് ക്യാഷ് അല്ലാത്ത ഐറ്റംസ്, ഇപ്പം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്യാഷ് അല്ലാത്ത ഐറ്റംസും കുറേ ഉണ്ടാവും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടാവും, അതുപോലത്തെ നമ്മൾ ചില റവന്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ അക്വൽ ബേസിൽ എടുത്തിട്ടുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് നമുക്ക് ആക്ച്വലി കിട്ടിയാലല്ലേ നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് വരുള്ളൂ. അപ്പോൾ ക്യാഷ് നമുക്ക് ആക്ച്വലി കിട്ടാത്തത് നമ്മൾ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ആ നെറ്റായിട്ടുള്ള ഫിഗർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ക്യാഷ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യും, അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഇതിൽ നോൺ ക്യാഷ് ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും, നെറ്റ് ക്യാഷ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയെന്ന് കിട്ടുള്ളൂ. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അതുപോലെ തന്നെ നോൺ ക്യാഷ് എക്സ്പെൻസസും രണ്ടാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിച്ച് വെക്കരുത്. നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷിൽ അല്ലാത്ത എക്സ്പെൻസ്, സച്ച് ആസ് ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, ബട്ട് ഡിപ്രീസിയേഷൻ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓക്കെ. അപ്പം ഇതിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പം ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഇൻട്രസ്റ്റ്, അതുപോലത്തെ ഐറ്റംസ് ഒക്കെ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. കാരണം ഇതെല്ലാം എന്തിലാണ് വരിക, ഫിനാൻസിങ്, ഫസ്റ്റ് ഇൻവെസ്റ്റിങ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ചെയ്തതിലാണ്, ഫിനാൻസിങ്ങിലൊക്കെയാണ് വരിക. ഓക്കെ. അപ്പം വേറെ ഹെഡിലേക്കുള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഹെഡിലേക്കുള്ള ഐറ്റംസിനെ അതിൽ നിന്ന് ലെസ് ചെയ്യും, എന്നിട്ട് മറ്റേ ഹെഡിൽ കൊണ്ടുപോയി എഴുതും. അപ്പോൾ ഈ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ അടുത്ത ഹെഡ് ഉണ്ടാവും നമുക്ക് എന്ത്, പ്രോഫിറ്റ് ഫ്രം അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് ഇവിടെ ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടുന്ന് എന്താ ലെസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യത്തെ പാർട്ട് നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുക. അതായത് 3 എന്താ പറയുക 3 ഹെഡിലേക്കാണ് ചെയ്യുക. അപ്പോൾ അത് ഫസ്റ്റത്തെ ഹെഡിൽ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൽ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടാവും, നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാഷ് എക്സ്പെൻസും ഉണ്ടാവും, നോൺ ക്യാഷ് എക്സ്പെൻസും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നോൺ ക്യാഷ് എക്സ്പെൻസും ആഡ് ചെയ്യുക, അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക, നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് നോൺ ക്യാഷ് ഐറ്റംസ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് നോൺ ക്യാഷ് ഐറ്റംസ്, അതുപോലെ തന്നെ ചേഞ്ചസ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇത് നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചാൽ മതി. അപ്പോൾ നമ്മൾ പ്രോഫിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നോൺ ക്യാഷ് പ്രോഫിറ്റിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, നോൺ ക്യാഷ് എക്സ്പെൻസസ് അതുപോലെ തന്നെ ഇൻകംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും, ക്യാഷ് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഇതൊരു ക്യാഷ് പ്രോഫിറ്റ് ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു 1 lakh ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ നെറ്റ് പ്രോഫിറ്റ് മാത്രമല്ല എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്, ആണോ? നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ വെറും P&L മാത്രമാണ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. പ്രീവിയസ്ലി നമ്മളിപ്പോൾ ഒരു ആൾക്ക് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, ഷോർട്ട് ടേം ലയബിലിറ്റീസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുന്നതല്ല കേട്ടോ, നോട്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുന്ന അഡ്വാൻസ് അല്ല, അല്ലാത്തൊരു കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ല കറണ്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. ഇതൊരു ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്റ്റ്. ഇത് 2021 2020 ഇപ്പോൾ ഈ 2 ഇയേഴ്സിലുള്ള എന്താണ് ബാലൻസ് ഷീറ്റാണ്. ഇത് 2021 അപ്പോൾ ഇതിൽ ക്രെഡിറ്റേഴ്സ് എൻ്റെ കയ്യിൽ 20 100 lakhs ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 110 lakhs ആയി. അതുപോലെ തന്നെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഒരു 90 lakhs ആണ് ഉണ്ടായിരുന്നത്, ഇപ്രാവശ്യം അത് 70 lakhs ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് കഴിഞ്ഞ കൊല്ലം 50 lakh ആണ് ഉണ്ടായിരുന്നത്,
ഇപ്രാവശ്യം ഇത് 70 lakhs ആയിട്ട് കൂടി. ലോൺസ് ആൻഡ് അഡ്വാൻസസ് 10 lakh ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം ഒരു 20 lakhs ആയി മാറി. ഓക്കെ, ഇതൊരു ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ക്യാഷ് ഫ്ലോ, ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2021-22 ആണ്. സോറി, ഫോർ ദ ഇയർ ഇയർ എൻഡഡ് 2021 വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 21 ഓപ്പണിങ്ങിലുള്ള ബാലൻസ് ആണ് ഏതെന്ന് പറയുന്നത്. 21 മുന്നുള്ള കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾക്ക് ക്രെഡിറ്റേഴ്സിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നു? 100 lakhs ആയിരുന്നു ബാലൻസ് ഉള്ളത്. ഇപ്രാവശ്യം 110 lakhs ആയിട്ട് മാറി. അപ്പോൾ ഇത് നമ്മൾ ഈ ക്യാഷ് ഫ്ലോയിലേക്ക് എവിടെയെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ബട്ട് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒന്നും തരാത്തതിനെ കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പ്രോഫിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിൽ ചേഞ്ചസ് ഉണ്ടാവും. കഴിഞ്ഞ ഇയറിൽ ഈ ഇയറിലേക്ക് മാറുമ്പോഴുള്ള ചേഞ്ചസ് നോക്കും. അപ്പോൾ ആ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാനിപ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് 100 110 ആയി മാറിയതിൻ്റെ കാരണം എന്തായിരിക്കും? എനിക്ക് അത്രയും എന്തുണ്ട്, ഞാൻ അത്രയും പിന്നെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആളുടെ കയ്യിൽ നിന്ന് ഇല്ലേ? ഞാൻ അത്രയും ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇപ്പോൾ ഇവിടെ ഇത് ക്രെഡിറ്റേഴ്സ് അല്ലേ, പർച്ചേസ് ചെയ്തപ്പോൾ ഇത് കൂടുതലല്ലേ ചെയ്യുന്നത്, ഇവിടെ ക്യാഷിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് ഞാൻ തീർത്തരാം. അതായത് ഞാനിപ്പം ഒരു ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 20 lakhനാണ്. 20 lakh ഞാൻ പർച്ചേസ് ചെയ്തു. എൻ്റെ ടോട്ടൽ പർച്ചേസസ് 20 lakh ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് 10 lakhനാണ്. ഓക്കെ, അപ്പം ബാക്കി ഒരു 10 lakh ഞാൻ എന്തുണ്ട് അയാൾക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, എൻ്റെ P&L ഉള്ള പർച്ചേസ് എന്ന് പറയുന്നത് ഞാൻ ക്യാഷ് കൊടുത്ത പർച്ചേസ് ആണോ ക്യാഷ് കൊടുക്കാത്ത പർച്ചേസ് ആണോ എന്നല്ലല്ലോ, നമ്മൾ ടോട്ടൽ പർച്ചേസ് അല്ലേ P&L ഉണ്ടാവുക. P&L ഉള്ള പർച്ചേസ് 20 lakh ആയിരിക്കും. അതുപോലെ തന്നെ ഈ 10 lakh ഉണ്ടല്ലോ, അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഈ 10 lakh ആയിരിക്കും ഇവിടെ കൂടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടില്ല, അതിനെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ക്രെഡിറ്റേഴ്സിൽ ഇത്രയും എമൗണ്ട് കൂടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ശരിക്കും പറയുമ്പോൾ നമ്മൾ ക്യാഷായിട്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ P&L ഉള്ള അത്രയും എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത്രയും എക്സ്പെൻസ് കുറവാണ് അല്ലേ? ആണ്. അപ്പോൾ അത്രയും എക്സ്പെൻസ് നമുക്ക് കുറവാണെന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ കൂടുകയാണോ ചെയ്യേണ്ടത്, കുറയാണോ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ക്യാഷ് ഫ്ലോ, ഇപ്പം ക്യാഷ് ഫ്ലോയിലുള്ള പർച്ചേസ് എന്ന് പറയുന്നത് ഒരു 20 lakh ആണ്. ബട്ട് ആക്ച്വൽ പർച്ചേസ് ഈസ് 10 lakh. അപ്പം നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ നെറ്റ് ക്യാഷ് ഒരു 100 lakhs ഉണ്ടെങ്കിൽ ഈ 10 lakh എന്താവുക? ഈ 20 lakh ഈ 100 lakhs വരുന്നത് നമുക്കിപ്പോൾ ഒരു സെയിലുണ്ട്, 120 lakhsൻ്റെ സെയിലുണ്ട്. അതിൽ നിന്ന് പർച്ചേസ് ഓഫ് 20 lakhs കുറച്ചിട്ടാണ് എനിക്ക് എന്ത് വരുന്നത്, ക്യാഷ് ഫ്ലോ വരുന്നത്. ക്യാഷ് ഫ്ലോ 100 lakhs വരുന്നത്. അപ്പം ഞാൻ ഈ 20 lakh ഉള്ളത് ശരിക്കും ആക്ച്വലി ഞാൻ പേ ചെയ്തിട്ടുള്ളത് 10 lakh ഉള്ളൂ എന്ന് പറയുമ്പം ഈ ഒരു 10 lakh, അതായത് ഈ ഡിഫറൻസ് എമൗണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്യാഷ് ഫ്ലോൻ്റെ കൂടെ ആഡ് ചെയ്യണോ വേണ്ടത്, അല്ലെങ്കിൽ ലെസ് ചെയ്യണോ വേണ്ടത്? ആക്ച്വലി എത്ര ആയിരിക്കും വരിക? 120 lakhs ആയിരിക്കും എൻ്റെ ആക്ച്വലുള്ള സെയിലെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരു 10 lakh ആണ് കുറയ്ക്കേണ്ടത്. ശരിക്കും ഞാൻ എത്ര കുറച്ചിട്ടുണ്ട്? 20 lakh കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 10 lakh എക്സ്ട്രാ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ 10 lakh ഞാൻ തിരിച്ച് ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 110 lakhs ആയിരിക്കും എൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? ഇതേ കോൺസെപ്റ്റാണ് ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, എല്ലാ കറണ്ട് അസറ്റ്സിൻ്റെയും ചേഞ്ചസ് നമ്മൾ എടുക്കും. ആ ചേഞ്ചസ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് P&L ഉള്ളതിൽ തന്നെ ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും.
അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് P&L എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസിൽ എടുക്കുന്നതാണ്. അപ്പോൾ അതിനെ ക്യാഷ് ബേസിസിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഈ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ 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 ഈ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യനിലൂടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇത് ഞാൻ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പല ക്വസ്റ്റ്യൻസിലും ചെയ്യും. ഇൻഡയറക്റ്റ് മെത്തേഡായിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് എക്സാമിനൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചേഞ്ചസ് എടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ചസ് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഷുഡ് യു ഡു? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആഡ് വിത്ത് ക്യാഷ് ഫ്ലോൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം കറണ്ട് ലയബിലിറ്റി കൂടുക എന്ന് പറയുമ്പം നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തന്നില്ലേ, നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 20 lakhs നമ്മൾ P&L ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഓൺലി 10 lakh ആണ്. അതിനെ കൊണ്ടാണ് ആ 10 lakh എമൗണ്ട് ഇവിടെ ക്രെഡിറ്റേഴ്സ് കൂടി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 10 lakh കൂടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ആ 10 lakhൻ്റെ പേയ്മെൻറ്റ് നമുക്ക് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും ക്യാഷ് പോയിട്ടില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായ ക്യാഷ്. അപ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തിരിച്ചതിനെ ആഡാണ് ചെയ്യേണ്ടത്. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്യാഷ് ഫ്ലോൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ഫ്രം ക്യാഷ് ഫ്ലോസ്. അതായത് കറണ്ട് ലയബിലിറ്റീസ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക? ഇപ്പോൾ ഈ 100 lakhs ഉള്ളത് ഒരു 90 lakhs ആയി വിചാരിച്ചോളൂ. ഈ 90 lakhs എങ്ങനെയാണ് ആവുക? അല്ലെങ്കിൽ ഇത് ഇനി 2022 കേസ് എടുത്തോളൂ. ഇപ്പോൾ 110 lakhs 21 110 lakhs ഉള്ളത് 22 ആയപ്പോൾ എത്രയായി? ഒരു 90 lakhs ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ 110 lakhs ഓൾറെഡി ഉള്ളതിൽ 90 lakhs ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് തന്നെത്താലെ കുറയില്ല. കാരണം നമ്മളെന്ത് പേയ്മെൻറ്റ് ചെയ്താലേ അത് കുറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ 110 ബാക്കി 90 ആയിട്ടുള്ള 20 lakhsൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതായത് കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കൊണ്ട് ക്യാഷ് ഫ്ലോയിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോന്ന് ലെസ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് കുറയുന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിലിനി എങ്ങനെയാണ് കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നേരത്തെ നമ്മൾ ഏത് നോക്കി? ക്രെഡിറ്റേഴ്സ് നോക്കിയില്ലേ? ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണ് പിന്നെ ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ അത് ക്യാഷ് ഫ്ലോ പോസിറ്റീവായിട്ട് മാറുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയതാണ് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഒരു ഡെപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരാൾക്ക് സെയിൽ ചെയ്തു. സെയിൽസ് ഒരു 100 lakhsൻ്റെ സെയിൽസ് ഞാൻ ചെയ്തു. അപ്പോൾ അതിൽ പിന്നെ അയാൾ എനിക്ക് ക്യാഷ് തന്നത്, ക്യാഷ് റിസീവ്ഡ് 18 lakhs ആണ്. 80 lakhs ക്യാഷ് എന്നാൽ 20 lakhs ഇനി ഡ്യൂ ഉണ്ട്. എൻ്റെ കയ്യിൽ ഓപ്പണിങ്ങിൽ ഇയാൾക്ക് എത്ര ബാലൻസ് ഉണ്ട്? ഓപ്പണിങ്ങിൽ നമ്മൾക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ ഡെപ്റ്റേഴ്സ് 2020 50 ഉണ്ട്, അത് 70 ആയി മാറി. അതായത് 50 ആണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്, പ്ലസ് കറണ്ട് ഇയർ ഈക്വൽ ടു 70 lakh ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ബാലൻസ് വരുന്നത് അവിടെ. അതായത് അയാൾ ഇനിയും നമുക്ക് പേയ്മെൻറ്റ് തരാനുണ്ട്.
അപ്പോൾ ഈ 100 lakhs സെയിൽസ് ആയിരിക്കും നമ്മൾ എവിടെ എടുത്തിട്ടുണ്ടാവുക? നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ ഈ 100 lakhs സെയിൽസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ശരിക്കും നമുക്ക് 100 lakhs ക്യാഷ് സെയിൽസ്, അതായത് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ക്യാഷ് കിട്ടിയത് 80 lakhs മാത്രമാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള 20 lakhs എവിടേക്കാണ് പോയത്? അത് നമ്മുടെ ഡെപ്റ്റേഴ്സിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അസറ്റ്സും കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരെ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്നതിനെ കൊണ്ട് അതിൽ അക്രോവൽ ബേസിസിലുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ക്യാഷ് ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കറണ്ട് അസറ്റ്സിൻ്റെ ചേഞ്ചസും കൂടി നോക്കുമ്പോൾ നമുക്ക് എന്താവും? കറക്റ്റ് ക്യാഷ് ബേസിസിലേക്കായിട്ട് കൺവേർട്ട് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ 100 lakhs ഉള്ളത് ശരിക്കും 80 lakhs ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ ഓൾറെഡി നമ്മൾ എത്രയാണ് 100 lakhs ക്യാഷ് ഫ്ലോ കാണിച്ചു. ഇത് ശരിക്കും 80 lakhs ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എമൗണ്ട് ക്യാഷ് ഫ്ലോയിൽ നിന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഈ ഒരു 20 lakhs എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ഫ്രം ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചുള്ള കേസും ഒക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ഒരു കേസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ആഡ് ചെയ്യുക. കറണ്ട് അസറ്റ്സ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം എൻ്റെ ഡെപ്റ്റേഴ്സ് 2020 എനിക്കൊരു 100 lakhs ഉണ്ട്. ഇപ്പോൾ അത് 80 lakhs ആയി മാറി. ഇത് കുറയാണെങ്കിൽ എന്തായിരിക്കും കാരണം? അയാൾ നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. പേയ്മെൻറ്റ് തരാതെ കുറയില്ലല്ലോ. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് തന്നിട്ടുള്ള ഈ 20 lakhs കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. വേണ്ടേ? അത് നമുക്ക് ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് എവിടെ വരില്ല? P&L നമുക്ക് റിഫ്ലക്റ്റ് ആവില്ല. പക്ഷേ കറണ്ട് അസറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. എന്ത്? ഈ ഡെപ്റ്റേഴ്സ് പിന്നെ ഓപ്പണിങ്ങിൽ കൂടുതൽ ബാലൻസ് ഉള്ളത് പിന്നെ കുറയാന്ന് പറയുമ്പോൾ അയാൾ അത്രയും നമുക്ക് പേയ്മെൻറ്റ് തന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ ക്യാഷ് ഫ്ലോയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താവും? നമ്മൾ കറണ്ട് അസറ്റ്സ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് ഫ്ലോൻ്റെ കൂടെ അത്രയും ക്യാഷ് ഫ്ലോ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് ഇൻ വർക്കിംഗ് പിന്നെ കറണ്ട് അസറ്റ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള ക്യാഷ് ഫ്ലോസും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിലും നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ രണ്ട് ചേഞ്ചസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റ് ഒരു എക്സ്ട്രാക്ട് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതെന്ന് പറയും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് സിമ്പിൾ അല്ലേ? നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് തമ്മിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ കൊല്ലത്തുനിന്ന് കൂടുകയാണെങ്കിൽ അത് ലയബിലിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? ലയബിലിറ്റി കഴിഞ്ഞ കൊല്ലത്തേനേക്കാൾ കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ഒന്നെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ P&L കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പെൻസ് അത്രയും ഉണ്ടാവില്ല. കാരണം അത് ഡ്യൂ ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ള പോലെ ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് കേസസാണ് വരിക. ഈ രണ്ട് കേസസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ക്യാഷ് ഫ്ലോനെ ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അസറ്റ് സൈഡിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കും ഒന്നെങ്കിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻകം കാണിച്ചിട്ടുള്ളത് അത് ഫുള്ള് നമുക്ക് സെയിൽസ് കാണിച്ചിട്ടുള്ളത് ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ കിട്ടാനുള്ള എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത്രയും ക്യാഷ് ഫ്ലോ നമുക്ക് ആക്ച്വലി ഇല്ല. അപ്പോൾ ആക്ച്വലി ഉള്ള ക്യാഷ് ഫ്ലോയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഇനി അത് കുറയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം തരാനുള്ള ബാലൻസിൽ നിന്ന് കുറച്ച് അത്രയും ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ അസറ്റ്സിലും നമുക്ക് ചെയ്യാനും പറ്റും. ഇതിന് ലോങ് ടേം ലയബിലിറ്റീസിൻ്റെ ഒക്കെ കേസിൽ കഴിഞ്ഞ കൊല്ലത്ര ലയബിലിറ്റി ഉണ്ട്, ഇപ്രാവശ്യം ഇത്ര ലയബിലിറ്റി ആയി മാറിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലയബിലിറ്റി കൂടിയതാണ് അല്ലേ? ആ ലയബിലിറ്റി കൂടിയിട്ടുള്ള ചേഞ്ച് എന്തായിരിക്കും? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നമ്മൾ പോയി ചെയ്തും ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ നമ്മളെ കറണ്ട് അസറ്റ്സിൻ്റെ ചേഞ്ചസ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ഫോളോയിങ് ആർ ദ എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് അജി ലിമിറ്റഡ്. അജി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റാണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഇവിടെ 2020 നമ്മളൊരു ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അതിൽ പ്രീവിയസ് ഇയർ ഉണ്ടാകും, കറണ്ട് ഇയറും രണ്ട് ബാലൻസസും ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പം അതിൽ 2 ഇയേഴ്സിൻ്റെ ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഡാറ്റയും നോക്കാം. ആദ്യം തന്നെ ഷെയർ ക്യാപിറ്റൽ 5 lakh ഉണ്ട്. കഴിഞ്ഞ കൊല്ലവും 5 lakh തന്നെയാണ്. റിസർവ്സും സർപ്ലസ് 90,000 ആണ്. ഇപ്രാവശ്യം 50,000 മാറി. ഓക്കെ, ലോങ് ടേം ബോറോയിങ്സ് 7,50,000 ഉള്ളത് 5 lakh മാറി. അതർ കറണ്ട് ലയബിലിറ്റീസ് 5,000 ഉള്ളത് പ്രാവശ്യമൊന്നുമില്ല. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 1,80,000 ഉള്ളത് പ്രാവശ്യം 2,05,000 ആയി. ഓക്കെ. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനായിട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ നോട്ട്സ് എന്താണെന്ന് പറയുന്നത് നോക്കാം നമുക്ക്. അത് തന്നെ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 years. ഇക്വിറ്റി ഷെയർസ് ആണ്. അത് 2 കൊല്ലവും സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ റിസർവ്സും സർപ്ലസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം 90,000 ആണ്. പ്രാവശ്യം അത് 50,000 മാറി. സോറി ഇതിൻ്റെ പിന്നെ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആദ്യത്തത് 2020 ഫിഗേഴ്സും രണ്ടാമത്തത് 2021 ഫിഗേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എന്താണെന്ന് വെച്ചാൽ ആൻസർ ഫുള്ളായിട്ട് തെറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഏത് ഇയറിൻ്റെതാണെന്നുള്ളത്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചാടിക്കയറി ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ആൻസർ ഫുള്ള് നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ 2020 5 lakh, 2021 5 lakh, 2020 50,000 ഉള്ളത് 90,000 ആയി. അപ്പോൾ ആ 50,000 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. 2020 50,000 ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2021 ആയപ്പോൾ എത്രയായി മാറി? 90,000 മാറി. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. ലോങ് ടേം ബോറോയിങ്സ് 5 lakh ഉള്ളത് 7,50,000 മാറി. അതുപോലെ തന്നെ അതർ കറണ്ട് ലയബിലിറ്റീസ് 0 ഉള്ളത് 5,000 മാറി. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ളത് ഗുഡ് വില്ലാണ്. ആ ഗുഡ് വില്ല് 2,05,000 ഉള്ളത് 1,80,000 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, യു ആർ റിക്വയർഡ് ടു ഷോ ദ റിലേറ്റഡ് ഐറ്റംസ് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ചെയ്താൽ വേണ്ടിയിട്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല ഓപ്പറേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഫിനാൻസിങ് ആണോ ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഇതിലിപ്പം ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് കണ്ടിട്ട് ഏതെല്ലാം ആക്ടിവിറ്റീസ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ഓപ്പറേറ്റിങ്ങിലും അതുപോലെ തന്നെ ഫിനാൻസിങ്ങിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുത്തു. ആദ്യം തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്തായാലും ഏതാണ് എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. ഇവിടെയുള്ള ഡാറ്റാസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യണമെങ്കിൽ എല്ലാ ഡാറ്റാസും നമുക്ക് വേണം. അപ്പോൾ ഇത് മിക്കവാറും എന്തായിരിക്കും, ഇൻഡയറക്റ്റ് മെത്തേഡ് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കറണ്ട് ഇയറിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് തന്നിട്ടില്ല. ബട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, 2020 ബാലൻസും 2021 ബാലൻസും തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കറണ്ട് ഇയർ, അതായത് കറണ്ട് ഇയറിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓപ്പണിങ്ങിൽ 90,000 ബാലൻസ് ഉള്ളത്, ക്ലോസ് അതായത് ക്ലോസിംഗ് ബാലൻസ് 19,000 19,000 നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതായത് 2000 ഇയർ എൻഡിങ് 2021 ഇതിൽ ഇയേഴ്സ് പിന്നെയും മാറ്റുന്നുണ്ട്. 2021 2022 ഓക്കെ. അപ്പോൾ ഇതിൽ 5 lakh ഉള്ളത് 90,000 മാറുകയാണ് ചെയ്യുന്നത്. അല്ല, 50,000 ഉള്ളത് 90,000 മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എടുക്കുക, അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇയറിലുള്ള ബാലൻസ് നമുക്ക് കിട്ടും ഇല്ലേ. ഇത് നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ കൂടെ കറണ്ട് ബാലൻസ് ആഡ് ചെയ്താലല്ലേ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടുക ആണ്. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസും നമുക്കറിയാം, ഓപ്പണിംഗ് ബാലൻസും അറിയാം. അപ്പോൾ ഇത് രണ്ടും, ഈ കറണ്ട് ബാലൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, കറണ്ട് ബാലൻസ് ഈക്വൽ ടു ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഈ പ്രൈസ് ക്ലോസിംഗ് ബാലൻസ് എടുത്തു, അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. കറണ്ട് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 40,000 റുപ്പീസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെന്താണുള്ളത്, പിന്നെ ഇതിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വേറെ എന്താ കാണാൻ പറ്റുന്നുണ്ടോ, വേറെ കാണാൻ പറ്റുന്നത് അതർ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തിലാണ്, അത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിൻ്റെ ഒക്കെ ചേഞ്ചസിൽ, അല്ല കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ചേഞ്ചസിൽ വരുന്ന ഐറ്റമാണ്. അത് ഏതിലാണ് വരിക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഷെയർ ക്യാപിറ്റലൊന്നും ഇൻക്രീസ് ചെയ്തിട്ടില്ല. പിന്നെ ഇൻടാൻജിബിൾ അസറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതിലാണ് വരിക, അത് ചിലപ്പം ഏതിലായിരിക്കും വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലായിരിക്കും വരിക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതങ്ങനെയല്ല വരിക. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻടാൻജിബിൾ അസറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിക്സ്ഡ് അസറ്റ്സിനും ഒക്കെ ഒരു സംഭവമുണ്ട്. ഫിക്സ്ഡ് അസറ്റ്സിന് നമ്മൾ എന്തുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ അത് ഓരോ ഇയർ കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ കുറച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇൻടാൻജിബിൾ അസറ്റ്സിൻ്റെ ഒരു സാധനമുണ്ട്, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ആ ഫിക്സ്ഡ് അസറ്റിന് എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ, അതുപോലത്തെ ഐറ്റത്തിനാണ്, അതായത് ഇൻടാൻജിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻടാൻജിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അമോർട്ടൈസേഷൻ. അപ്പോൾ ഈ അമോർട്ടൈസേഷൻ മുഖേന ആയിരിക്കും എന്ത്, ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ഡിസ്പോസൽ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടതാണ്. അപ്പം ഡിസ്പോസൽ ഉണ്ടെന്നുള്ള പറയാത്തതിനെ കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇതെന്തായിരിക്കും, ഗുഡ്വിൽ അമോർട്ടൈസേഷൻ അല്ലെങ്കിൽ ഇൻടാൻജിബിൾ അസറ്റ്സിൻ്റെ അമോർട്ടൈസേഷൻ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ അമോർട്ടൈസേഷൻ എവിടേക്കാണ് വരിക, അമോർട്ടൈസേഷൻ നമ്മൾ ക്യാഷ് ഫ്ലോയിൽ കാണിക്കുമോ, ഇല്ല. ബട്ട് ഇവിടെ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലേ, ഈ നെറ്റ് പ്രോഫിറ്റിൽ എന്താ ഉണ്ടാവുക, P&L എക്സ്പെൻസസിൽ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ട്
ഈ ഒരു ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 25,000 ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ 25,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടാണ് നമുക്ക് ഈ 40,000 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി എന്തല്ല, ഇതൊരു ക്യാഷ് എക്സ്പെൻസ് അല്ല. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്, ആഡ് ഗുഡ്വിൽ അമോർട്ടൈസേഷൻ. ഗുഡ്വില്ലിൻ്റെ അമോർട്ടൈസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ തിരിച്ച് ആഡ് ചെയ്തു. അതുപോലെ തന്നെ വേറെ എന്താണ് ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു P&L വന്നിട്ടുണ്ടാവുക? ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിങ്ങിൽ പെടാത്ത ഐറ്റംസ് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? വേറെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണുന്നില്ല. ബട്ട് ഇവിടെ ഒന്നുണ്ട്, 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് തരുന്നത് തന്നെ എന്തിനാന്ന് വെച്ചാൽ, ഡിബഞ്ചേഴ്സ് 10% എന്ന് പറഞ്ഞ് തന്നാൽ അവിടെ ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ളത് 7,50,000 ആണ്. 7,50,000 10% എന്ന് പറയുമ്പോൾ 75,000 നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ കഴിഞ്ഞ കൊല്ലത്ത് ഫസ്റ്റ് ഇയർ നമ്മളെ ഈ ഒരു ചേഞ്ചസ് ഇല്ലേ, ഇത് ഈ 5 lakh ആയിരുന്നു പ്രീവിയസ് ഇയർ ഉള്ളത്. ഈ 7,50,000 നമ്മുടെ ഇയറിൻ്റെ ഫസ്റ്റിൽ തന്നെ ആയി, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്നുള്ള ആ ഒരു അസംഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണോ നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്സിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി എക്സ്പെൻസസ് ആയിട്ട് ഇവിടെ P&L കുറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത ക്യാഷ് ഫ്ലോ പോകുന്ന ഐറ്റം തന്നെയാണ്, അതായത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്താണ്, അത് ഇവിടെ വരേണ്ടതല്ല, ഓപ്പറേറ്റിംഗ് അല്ല. അത് ഏതിൽ വരുന്നതാണ്? അത് ഫിനാൻസിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിനാൻസിങ്ങിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് 75,000 ഉണ്ടാവും. ഈ 75,000 നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്യണം. ഈ 75,000 നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ഇവിടെ ആഡ് ബാക്ക് ചെയ്യാനുള്ളത്? ഗുഡ്വില്ല്, അതർ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അതർ കറണ്ട് ലയബിലിറ്റീസും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എടുക്കണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ, അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് എടുക്കണം. ബട്ട് ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസറ്റ്സും കൊണ്ടുപോയി എടുക്കരുത്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആണ് ഇത്. അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഏതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്? അത് അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഓഫ്, ഇവിടെ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്? ഡിബഞ്ചേഴ്സിൻ്റെ, അതായത് ഡിബഞ്ചേഴ്സിൻ്റെ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുള്ളതായിരിക്കും. അപ്പം ബട്ട് ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിലല്ല, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എവിടെയാണ് ചെയ്യുക? ഫിനാൻസിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫിനാൻസിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ആണ്. അതായത് കറണ്ട് ലയബിലിറ്റി ആണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് എടുക്കരുത്. കാരണം അത് അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ. അപ്പം നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഓക്കെ, 1,40,000 കിട്ടി. ഇതിൽ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ്. ബട്ട് ICAയിൽ നമ്മൾ കൊടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ്. ഇതിങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതായത് നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് വേണ്ട, നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി നോട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ഹാസ് ബീൻ കമ്പ്യൂട്ടഡ് ഓൺ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് ഓൺ 31st March 2022
assuming that all additions or deletions were made if any at the beginning of the year. അതായത് ബിഗിനിങ് ഓഫ് ദ ഇയറിൽ തന്നെ നമ്മൾ അഡീഷൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ എടുത്തിട്ടുള്ളത് ആ രീതി ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളത് വേറെ ഹെഡ്സ് ഏതാണ് ഇവിടെ വരുന്നത്? വേറെ പിന്നെ നമുക്ക് വരുന്നത് ലോങ് ടേം ബോറോയിങ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിലേക്കാണ് വരിക? അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്കാണ് വരിക. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ടേം ബോറോയിങ്സിൻ്റെ ചേഞ്ചസ് എടുക്കണം. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പ്രൊസീഡ്സ് ഫ്രം ഡിബഞ്ചേഴ്സ് എന്ന് വരുന്ന പ്രൊസീഡ്സ്, അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള ബാലൻസ് എത്ര ആയിരുന്നു? ഓൾറെഡി ഉള്ള ബാലൻസ് 5 lakh ആയിരുന്നു, അത് 7,50,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു 2,50,000 ഡിഫറൻസ് എമൗണ്ട് എന്താണ് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടാവും, അല്ലാതെ അവിടെ കൂടില്ലല്ലോ. ഓക്കെ, അപ്പോൾ 2,50,000 എന്ന് പറയുന്നത് എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ആ 2,50,000 നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. പ്രൊസീഡ്സ് ഫ്രം ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ് എത്രയാണുള്ളത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ 75,000 ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബട്ട് അവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ 5,000 അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അൺപെയ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പേ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പേ ചെയ്യാത്ത ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ കുറയ്ക്കാൻ പാടില്ല. പേ ചെയ്യാത്ത ഇൻട്രസ്റ്റ് കുറയ്ക്കുക, അത് നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ വരുമല്ലോ. അപ്പം പേ ചെയ്യാത്ത ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഇൻട്രസ്റ്റ് പേ ചെയ്തു എന്നുള്ള 75,000 നമ്മൾ കുറയ്ക്കുക. അതായത് ആക്ച്വലി നമ്മൾ പേ ചെയ്തിട്ടുള്ളത് 70,000 ഇൻട്രസ്റ്റ് മാത്രമേ നമ്മൾ പേ ചെയ്തിട്ടുള്ളൂ. ആ ബാക്കിയുള്ള 5,000 ആണ് ആ കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ ഇൻക്രീസ്ഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസിൻ്റെ ആ ചേഞ്ചസ് നമ്മൾ എവിടെയായാലും എടുക്കണം. ബട്ട് നമ്മൾ സാധാരണ അത് കറണ്ട് ലയബിലിറ്റിയിലൊക്കെ ഇൻക്രീസ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് എടുക്കാറ്? ഓപ്പറേറ്റിങ്ങിലാണ് എടുക്കാറ്. ബട്ട് ഇത് എന്തിൻ്റെ കറണ്ട് ലയബിലിറ്റിയാണ്? അത് നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്. അത് ഓപ്പറേറ്റിങ്ങിലല്ല, ഫിനാൻസിങ് ഏത് ഹെഡിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ ആ ഹെഡിലേക്കാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ അല്ലാത്ത വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ലെസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 75,000 കൊടുക്കാം. എന്നിട്ട് ഇവിടെ ലെസ് അൺപെയ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 5,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നെറ്റ് എഫക്റ്റ് സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ലെസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് കൊടുക്കണമായിരിക്കും നല്ലത്. 2,50,000 75,000 ലെസ് ചെയ്തു. ഈ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാണ് വരിക. കാരണം 75,000 നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്തു. ബട്ട് ആക്ച്വലി എത്രയാണ് പോകുന്നുള്ളൂ? 17,000 പോകുന്നുള്ളൂ. ബാക്കി അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആയിട്ട് 5,000 കിടക്കുന്നുണ്ട്. അപ്പോൾ 5,000 എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ചെയ്യുക. എന്തായി? 2,50,000 മൈനസ് 75,000 പ്ലസ് 50,000 is equal to 1,80,000 എന്ന് വരും. രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വർക്കിംഗ് നോട്ടായിട്ട് 10% ഡിബഞ്ചർ അക്കൗണ്ടാണ്. ഇത് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതായത് ക്ലോസിങ് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 5 lakh ആണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്. ഇപ്പോൾ അത് എത്രയായി മാറി? 7,50,000 മാറി. ആ ബാലൻസ് മറ്റേ അതിൻ്റെ ആ ബാലൻസ് എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? ഇപ്രാവശ്യം നമുക്ക് ബാങ്ക് വഴി അല്ലെങ്കിൽ ക്യാഷ് വഴി കിട്ടിയിട്ടുള്ളതായിരിക്കും എന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് ബട്ട് നോൺ ക്യാഷ് ഐറ്റത്തിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഇൻടാൻജിബിൾ അസറ്റ്സിൻ്റെ കേസ് അതാണ് വരുന്നത്. ഇൻടാൻജിബിൾ അസറ്റ്സ് കുറയുന്നുണ്ടെങ്കിലും അത് നമ്മളെന്താണ്? അമോർട്ടൈസേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അമോർട്ടൈസേഷൻ എന്താണ്?
അമോർട്ടൈസേഷൻ ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. നോൺ ക്യാഷ് എക്സ്പെൻസ് എന്തിൽ വരില്ല, ക്യാഷ് ഫ്ലോയിലേക്ക് വരില്ല. അപ്പോൾ അപ്പോൾ അതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ ക്യാഷ് ഫ്ലോ കാണിക്കാത്തത്. ബട്ട് ഈ അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഓൾറെഡി എവിടെ പോയിട്ടുണ്ടാവും, നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. കാരണം P&L അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, അങ്ങനത്തെ എല്ലാ എക്സ്പെൻസസും എവിടെ പോയിട്ടുണ്ടാവും, P&L പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ചിന്തിക്കണം. അതായത് ഈ എക്സ്പെൻസ് ഇതെന്തായിരിക്കും, ഇപ്പം 2,05,000 ഉള്ളത് 1,80,000 ആയത് എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കിട്ടും അമോർട്ടൈസേഷൻ ആണെന്ന് കിട്ടും. അപ്പോൾ ഈ അമോർട്ടൈസേഷൻ ഏതിലേക്കാണ് പോവുക? അമോർട്ടൈസേഷൻ ശരിക്കും പോകേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ അവിടേക്ക് പോവില്ല, കാരണം ഇത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അത് ഒരു ഭാഗം ക്ലിയർ ആയി. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ ഓൾറെഡി എന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെ പോയിട്ടുണ്ട്, P&L പോയിട്ടുണ്ട്. P&L ഓൾറെഡി എന്തുണ്ട്, അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലെസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റിൻ്റെ കൂടെ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ക്യാഷ് ഫ്ലോ കിട്ടുള്ളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് നമ്മൾ കുറേ കോൺസെപ്റ്റ്സ് ഇതിൽ നിന്ന് തന്നെ നോക്കി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഉള്ള ഫിഗേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും മറന്നുകൊണ്ട. അതായത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതർ കറണ്ട് ലയബിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആണ്, അത് അറിയാതെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് എടുത്തു പോരുത്. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഏതാണ്, അമോർട്ടൈസേഷൻ ആണ്. അത് നിങ്ങൾ പിന്നെ P&L അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആയതിനെ കൊണ്ട് തന്നെ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് ഇവിടെ നമ്മൾ P&L എടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയാണ് വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കോമൺ ആയിട്ട് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും എന്തായിരിക്കും. ഇപ്പോൾ ഓപ്പണിങ്ങിൻ്റെ കൂടെ ഒരു എമൗണ്ട് കൂടി എന്ന് പറയുമ്പോൾ അത് കറണ്ട് ഇയറിലുള്ള അതിൻ്റെ ബാലൻസ് ആയിരിക്കും കൂടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇത് കമ്പനീസിൻ്റെ കേസിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ P&L എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാവും. അതിന് ഓരോ ബാലൻസ് ആയിട്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ സാധാ പാർട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റ് എന്ത് ചെയ്യും, അതെല്ലാവർക്കും കൂടി എല്ലാ പാർട്ട്നേഴ്സിനും കൂടി ഡിവൈഡ് ചെയ്ത് P&L ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ടാലിയാക്കി P&L എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ആയിട്ട് പിന്നെ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് അധികം പോവില്ല. ബട്ട് ഇത് കമ്പനീസിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഷെയർ ഹോൾഡർ അല്ല ഉണ്ടാവുക, കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിൽ കൂടെയാണ്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല, അതായത് കമ്പനീസ് എന്ത് ചെയ്യില്ല, ഒരിക്കലും പ്രോഫിറ്റ്സ് പിന്നെ ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള കണ്ടീഷൻസൊക്കെ പഠിച്ചിട്ടുണ്ടാവും ലോയിലൊക്കെ. അപ്പം അതുപോലത്തെ ഒരു കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഇതൊരു P&L ഓരോ കൊല്ലത്തെ പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, റിസർവ്സും സർപ്ലസിൽ P&L എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ബാലൻസ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ റിസർവ്സും സർപ്ലസിൽ ഒരിക്കലും P&L മാത്രമല്ല, ബാക്കിയുള്ള ലെഡ്ജേഴ്സും കൂടി ഉണ്ടാവും. ഇത് P&L മാത്രമല്ല ഇതിനെ കൊണ്ടാണ്. അപ്പം ഏതൊക്കെ ലെഡ്ജേഴ്സാണോ, അതായത് P&L അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്, റീവാലുവേഷൻ റിസർവ്, അങ്ങനത്തെ ഓരോരോ എന്തുണ്ടാവും, റിസർവ്സും സർപ്ലസിൽ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ P&L എന്ന് പറയുമ്പോൾ നമ്മളെ കറക്റ്റായിട്ടുള്ള നമ്മളെ P&L ഈ കൊല്ലത്തെ P&L കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അതിലുണ്ടാവുക, ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ റീവാലുവേഷൻ റിസർവ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, അത് എന്തിൻ്റെ ബേസിലുള്ളതാണ്, ക്യാഷ് ഫ്ലോ ആയിട്ട് ബന്ധമില്ലാത്ത റിസർവ്സ് ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ആയിട്ട് ബന്ധമുള്ള റിസർവ്സും ഉണ്ടാവും, ബന്ധമില്ലാത്ത റിസർവ്സും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, ബൈ.